പേരോട് മുത്തിയാര് ജാമിഉ കറാമാത്തിൽ ഔലിയാവ് വായിച്ചിട്ട് നിങ്ങൾ ഔലിയാക്കന്മാരെ കറാമത്തതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ പേരോട് അവിടുന്ന് അംഗീകരിച്ചു. പക്ഷേ പുതിയ സംബന്ധക്കാര് ക്ലിപ്പ് കൊണ്ടേ കൊടുത്തപ്പോ മുജാഹിദീങ്ങൾക്ക് ക്ലിപ്പ് കിട്ടിയപ്പോ അതിനെ നിഷേധിച്ചു. ജിന്ന് രൂപം മാറൂല, അതിനെ കളിയാക്കണേ. ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ ഇത്രയും കാലം സുന്നികൾ അംഗീകരിച്ചതിന് അയാൾ തള്ളിക്കളയാണ്. ആ ഭാഗങ്ങൾ കൊണ്ടോട്ടി പ്രസംഗത്തിന് പേരോട് ഇപ്പൊ മൗലവിമാര് പറയുന്നു ശൈത്താൻ ഹാദിറാവൂന്ന് മാത്രമല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. എങ്ങനെ ശൈത്താനിന് ഭയങ്കര പവർ കൊടുത്തിരിക്കാൻ ഇപ്പൊ മൗലവിമാര്. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളി. ഇപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ? അതെ, ചിലപ്പോ നാളെ ചെന്ന് നോക്കിയാൽ അയാളെ ശൈത്താൻ കൂടിയിട്ട് വേറെന്തോ ആയിട്ടുണ്ടാവും, വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തോ ആയിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ മുജാഹിദ് മൗലവിമാർ പറയുന്നത്. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവലാണ്. ഹാദറാവാന്ന് ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ കേട്ടില്ലേ? ശൈത്താൻ ഹാദിറായിട്ട് നമ്മൾ ചിലപ്പോൾ മരിച്ച ആളായി അങ്ങ് മാറിപ്പോ, അല്ലെങ്കിൽ വേറൊരുത്തന്റെ കോലത്തിലിങ്ങാവും. ഇങ്ങനെ ശൈത്താൻ ഇപ്പൊ ഒട്ടാകെ ഹാദിറാകലാണ്. കൂട്ടത്തിൽ ഇവിടെയും കുറച്ച് ഹാദിറായിട്ടുണ്ടാവും മുമ്പ്. അങ്ങനെ ശൈത്താൻ ഇങ്ങനെ ഹാദിറാകുന്ന ഒരു സമയമാണ്. ശംസുദ്ദീൻ ഭാരത് പറഞ്ഞ വിഷയം എന്താ? ശൈത്താൻ മനുഷ്യരത്തിൽ പ്രവേശിച്ചിട്ട് പല അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ സംസാരിക്കുന്നത് മരിച്ച ആളെ സംസാരത്തായിരിക്കും, ജീവിച്ചിരിക്കുന്ന ദൂരത്തുള്ള ആളായിരിക്കും. അങ്ങനെയൊക്കെ സംസാരിക്കാം. നിങ്ങൾ തന്നെ എഴുതിയല്ലേ, മടവൂരികൾ എഴുതിയല്ലേ, തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, രൗദ്രമായി പെരുമാറുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, ഇതൊക്കെ കരീൻ മൂലമുണ്ടാകുന്നു. അന്ധവിശ്വാസങ്ങളെ ലോകമെന്ന പുസ്തകത്തിൽ മടവൂരികൾ ഇന്നും യുവതയിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ക്ലിപ്പ് പേരോടിന് കൊണ്ടേ കൊടുത്തപ്പോ പേരോട് നമുക്ക് ഇതിന് ദുരുപയോഗപ്പെടുത്തുകയാണ്. പക്ഷെ ഇതേ പേരോട് അവിടെ വെച്ച് നാദാപുരത്ത് വെച്ച് പറഞ്ഞെന്താ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന മുജാഹിദ് നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ജിന്നിന്റെ രൂപത്തിൽ വരൂ. ശംസുദ്ദീൻ ഭാരത് പറഞ്ഞൊരു വിഷയം എന്ന് വേറെ. ഇയാള് പറയുന്നത് എന്താ? ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ എന്ന പുസ്തകത്തിൽ. അയാൾ പുസ്തകത്തിന്റെ പേര് തന്നെ മാറ്റിയാ പറഞ്ഞത്. ഏതായാലും ഇരിക്കട്ടെ, ശൈഖുൽ ഇസ്ലാം പറയുന്നതായിട്ട് ഇയാൾ പറയുന്നത് കേട്ടോളികൾ. അങ്ങനെ ജിന്നുകൾ കോലം കെട്ടുവോ? കെട്ടു എന്നുള്ളതിനാ ഞാൻ ഇബ്നു തൈമിയന്റെ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായി അവർ പറയുന്ന ഇബ്നു തൈമിയന്റെ കിതാബ് ഉദ്ധരിക്കൂ എന്ന് പറഞ്ഞത്. അൽ ഫുർഖാൻ ബൈനൽ ഹഖ് വൽ ബാത്തിൽ തൗലീഫ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇതിന്റെ 117ാമത്തെ പേജിൽ ഇബ്നു തൈമിയ പറയുന്നു, എന്റെ രൂപത്തിൽ ജിന്ന് വന്നിട്ടുണ്ട്. കേൾക്കണം, എന്റെ രൂപത്തിൽ എന്റെ കോലത്തിൽ ജിന്ന് വന്നിട്ടുണ്ട്. കേട്ടോളി, മൂപ്പര് പറയാ, കമാ ജറാ മിസ്ലു ഹാദാ ലി കുന്തു ഫീ മിസ്ർ ഫീ അത്തിഹാ ഐ മസ്ജൂനൻ വജറാ മിസ്ലു ഹാദാ ഇലാ കബീർ ഐ റജുലിൻ കബീറിൻ ലഹു മകാനത്തുൻ മിസ്ൽ അമീർ മിൻ തുർക്കി മിൻ നാഹിയത്തുൽ മസ്രിബ് ഫഖാല ലഹു ദാലിക അന ഇബ്നു തൈമിയ. വാസ്തവത്തിൽ ഞാൻ ഇബ്നു തൈമിയ ആണെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സംഗതി ആളല്ല, സംഗതി ഇബ്നു തൈമിയ ആൾ ജയിലിലുള്ളത്. ജിന്ന് എന്നെ ബഹുമാനിച്ചിട്ട് ചെയ്തായിരുന്നു. അപ്പൊ അടുത്തുള്ള ആള് ചോദിച്ചു, അത് ജിന്നാണ് എന്താ മലക്കായി കൂടെ? മൂപ്പര് പറഞ്ഞു, മലക്ക് കള്ളത്തരം പറയില്ല. ഞാൻ ഇബ്നു തൈമിയാന്ന് പറഞ്ഞില്ല, കള്ളത്തരം, അതുകൊണ്ടാണ് ജിന്നാണ്. എന്നിട്ട് മൂപ്പര് ഒരു അധ്യായം പറയൂ, കൈഫയത മസലുൽ ജിന്നി ബിസ്സാലിഹീന വൽ അംബിയാ. സാലിഹീകളുടെ കോലത്തിൽ ജിന്ന് രൂപപ്പെടൽ എങ്ങനെ? അപ്പൊ അത് ജിന്നാണ് എന്നത് ബോധ്യപ്പെടും. അതാ അയാൾ പറഞ്ഞ കളവാണ് എന്ന് പറയാതെ അപ്പറഞ്ഞ നീ നേരാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോ ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കും, മറ്റു പല രൂപത്തിലും വരും എന്നൊക്കെ ഹുസൈൻ സലഫിക്ക് മറുപടി അറിഞ്ഞപ്പോ മൂപ്പർ സമ്മതിക്കാം. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം നിങ്ങളെ നേതാവിന്റെ മുക്കിൽ തന്നെ ഉണ്ട് എന്നും പറയാം. അതേ ആള് കൊണ്ടോട്ടി എത്തിയപ്പോ എന്തായി? മടവൂരികളോട് സംബന്ധം കൂടിയപ്പോ അയാളെങ്കിൽ നിഷേധിച്ച്. മാത്രല്ല, ചെക്കിയാട് ഒരു പെണ്ണിന്റെ അടുത്ത് ഇയാള് പോകലുണ്ട് എന്ന് അവിടുത്തെ ഒരു പെണ്ണ് ആരോപിച്ചു. തെരീക്കത്ത് ചേർന്നൊരു പെണ്ണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, അത് ഞാൻ പോയിട്ടൊന്നല്ല, എന്റെ പോലത്തെ ജിന്ന് പോയതായിരുന്നു. ഒന്ന് കേൾപ്പിച്ചു. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട്ടറിയില്ലേ സദസ്സിന്? അല്ലേ, ചെക്കിയാട്ടാര് പാറക്കടവ് ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു.
എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത്, പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലത്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവും പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു, ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയവർ കാണുന്നു, അവര് വടകരണ്ടൊരു തെരീക്കത്ത്, കള്ളത്തെരീക്കത്ത് ഒരു തങ്ങള് അക്കള്ളത്തെരീക്കത്തിൽ പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ സൈക്കൻഡ് ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളെ തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റിയാടി വന്ന് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി ആ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തരീക്കത്താരോട് ശേഖമില്ല കലാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, അപ്പൊ ജിന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ സലഫിക്ക് മറുപടി അറിയുമ്പോ ജിന്ന് മനുഷ്യരൂപത്തിൽ വരും, പേരോടിന്റെ കോലത്തിൽ വരും, പല കോലത്തിലും വരും. മാത്രമല്ല കള്ളത്തരീക്കത്തുകാരെ നിങ്ങളെ ശേഖന്റെ കറാമത്ത് വിചാരിക്കണ്ട, അതൊക്കെ ജിന്ന് വെച്ചിട്ടാണ്. പക്ഷേ മടവൂരികൾ അച്ചാരം ജീസിലിട്ടപ്പോഴോ കേന്ദ്രമിൽ എതിർക്കാൻ വേണ്ടി കണ്ടോ ജിന്നിപ്പോ പഴയ കോലത്തിലും വരുന്ന അപ്പൊ പറയണത് എന്നാ കണ്ടോ? ഇതാണ് കാപട്യം. ഇപ്പൊ മൂപ്പര് പറയണത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരൂല. അപ്പൊ ചെക്കാട് പോയത് ആരാ? അപ്പൊ സാക്ഷാൽ പേരോട് തന്നെയാണ്. ചെക്കേട്ട പെണ്ണിന്റെ അടുത്ത് വരുന്ന സാക്ഷാൽ പേരോടാണെന്നപ്പോ ചേരോട് എന്നെ സംബന്ധിച്ചു. കാരണം മടവൂരികൾ അച്ചാരം വാങ്ങിച്ച് തോന്നറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദുകളെ എതിർക്കാൻ ഏത് ശൈത്താനെയും കൂട്ടുപിടിക്കാനാണ് മടവൂരികളും കാന്തവര ഗ്രൂപ്പുകളും തീരുമാനിക്കുന്നത്. പക്ഷെ ശൈത്താനും കൂട്ടുപിടിച്ചാൽ